ക്വാണ്ടം എൻടാങ്കിൾമെന്റ് യാഥാർത്ഥ്യമാണെന്ന് തെളിയിച്ച പരീക്ഷണങ്ങൾക്കാണ് 2022 ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ അലൈൻ ആസ്പെക്ട്, അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോൺ ക്ലോസർ, ഓസ്ട്രിയൻ ശാസ്ത്രജ്ഞനായ ആൻഡൻ സൈലിംഗർ എന്നിവർക്ക് ലഭിച്ചത്. രണ്ടാം ക്വാണ്ടം വിപ്ലവം അഥവാ സെക്കൻഡ് ക്വാണ്ടം റവല്യൂഷന് തുടക്കമിട്ട ഈ പരീക്ഷണ വിജയങ്ങൾ മൂലം ഭാവിയിൽ മാനവരാശിക്ക് ക്വാണ്ടം കമ്പ്യൂട്ടറിങ്ങിനും ക്വാണ്ടം കമ്മ്യൂണിക്കേഷനും തുടക്കമിടുവാൻ കഴിയുമെന്ന് ഇന്ന് ശാസ്ത്രലോകം കണക്കാക്കുകയാണ്. എന്നാൽ എൻടാങ്കിൾമെന്റ് പരീക്ഷണ വിജയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിലും 2022 നോബൽ പ്രൈസ് പ്രഖ്യാപന സമയത്തും പല ഫിലോസഫർമാരും ഉയർത്തിയ പ്രധാന ആരോപണം എന്തെന്നാൽ ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സുന്നി സൂഫി അശ്അരി പണ്ഡിതനായിരുന്ന ഇമാം ഗസാലിയുടെ തഹാഫത്തുൽ ഫലാസിഫ അഥവാ ഇൻകൊഹറൻസ് ഓഫ് ഫിലോസഫേഴ്സ് എന്ന ഗ്രന്ഥത്തിൽ അശ്അരി അഖീദയെ വിശദീകരിക്കുവാൻ ഇമാം ഗസാലി ഉപയോഗിച്ച ഒക്കേഷണലിസം അഥവാ മുനാസബിയ എന്ന കൺസെപ്റ്റ് തന്നെയാണ് ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്നായിരുന്നു. അങ്ങനെ വരുമ്പോൾ 2022 ഫിസിക്സിനുള്ള നോബൽ പ്രൈസിന് യഥാർത്ഥത്തിൽ അർഹൻ ഇമാം ഗസാലിയാണെന്നുള്ള പല എഴുത്തുകളും പല ഫിലോസഫി ബ്ലോഗുകളിലും ആ സന്ദർഭം മുതൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതാദ്യമായല്ല ആധുനിക ശാസ്ത്രലോകത്ത് ഇമാം ഗസാലി ചർച്ചയാകുന്നത്. കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ക്വാണ്ടം ഫിസിക്സിലും ഫിലോസഫിയിലും പലപ്പോഴും നിരന്തരം ഉയർന്നു കേൾക്കുന്നത് ഇമാം അബു ഹാമിദ് മുഹമ്മദ് ബിൻ മുഹമ്മദ് തൂസി അൽ ഗസാലി എന്ന ഇമാം ഗസാലിയുടെ നാമമാണ്. ക്വാണ്ടം ഒക്കേഷണലിസം, ക്വാണ്ടം കോസാലിറ്റി എന്ന അത്യാധുനിക ശാസ്ത്ര വിഷയങ്ങളിലും എപ്പിസ്റ്റമോളജി, മെറ്റാഫിസിക്സ് തുടങ്ങിയ ഫിലോസഫി ശാഖകളിലും അമേരിക്കയിലെയും യൂറോപ്പിലെയും അത്യുന്നത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഇമാം ഗസാലിയുടെ ചിന്തകളെ അടിസ്ഥാനമാക്കി നിരവധി റിസർച്ച് പേപ്പറുകളും ഗ്രന്ഥങ്ങളുമാണ് ഇന്നും നിരന്തരം പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാനവരാശി കണ്ട ഏറ്റവും മഹാനായ ചിന്തകനും ദാർശനികനും ബഹുമുഖ പ്രതിഭയുമായിരുന്ന ഇമാം ഗസാലി മുസ്ലിം ലോകത്തെ മാത്രമല്ല ക്രൈസ്തവ ജൂത വിശ്വാസ ശാസ്ത്രങ്ങളെയും പാശ്ചാത്യ ലോകത്തെയും നിരന്തരം നൂറ്റാണ്ടുകളായി ഒരു സഹസ്രാബ്ദങ്ങളായി നിരന്തരം സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത വ്യക്തിത്വമാണ്. ഇമാം ഗസാലിയെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ ഉദ്യമിക്കുമ്പോൾ നിങ്ങൾക്ക് വായിക്കാം. കാത്തലിക് ചർച്ചിന്റെ തിയോളജിയുടെ അടിത്തറ പാകിയ തോമസ് അക്വൈനസ്, മധ്യകാല ജൂയിഷ് തിയോളജിയുടെ സ്ഥാപകനായ റബ്ബി മോസസ് ബെൻ മൈമൂൺ, ആധുനിക യൂറോപ്യൻ ഫിലോസഫിക്ക് തുടക്കമിട്ട ഡേവിഡ് ഹ്യൂം, മോഡേൺ ജോമെട്രിക്കും കാൽക്കുലസിനും അടിത്തറ പാകിയ ഫ്രഞ്ച് ഫിലോസഫറും മാത്തമാറ്റീഷ്യനുമായ റെനെ ദെക്കാർത്തസ് തുടങ്ങിയവരെല്ലാം ഇമാം ഗസാലിയെ തങ്ങളുടെ ഗ്രന്ഥങ്ങളിലുടനീളം ഉദ്ധരിക്കുന്നതായും അദ്ദേഹത്തിന്റെ ചിന്തകളെ അടിസ്ഥാനപ്പെടുത്തി തങ്ങളുടെ വിശ്വാസത്തിനും തങ്ങളുടെ ഗവേഷണത്തിനും തെളിവുകൾ സമർപ്പിക്കുന്നതായും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇவ்விധം പാശ്ചാത്യ ലോകത്ത് ചിന്തകനെന്നും ശാസ്ത്രജ്ഞനെന്നും ബുദ്ധിജീവിയെന്നും ആഘോഷിക്കപ്പെടുന്ന ഇമാം ഗസാലിയെ മുസ്ലിം ലോകം എക്കാലത്തും വിളിച്ചിട്ടുള്ളത് ഹുജ്ജത്തുൽ ഇസ്ലാം അഥവാ ഇസ്ലാമിക സത്യമാർഗത്തിന്റെ നിദർശനം, ഇസ്ലാമിക സത്യമാർഗത്തിന്റെ തെളിവ് എന്നാണ്. തന്റെ ജീവിതയാത്ര കൊണ്ട് സ്വയം സത്യമാർഗത്തിന്റെ തെളിവായി മാറിയ ആ മഹാമനീഷിയുടെ ജീവിതവും ദർശനവും മാത്രം മതിയാകും നാസ്തികതയും ലിബറലിസവും അരങ്ങുവാഴുന്ന വർത്തമാന സാഹചര്യത്തിനും ഇനി ലോകാവസാനം വരെയും നമുക്ക് വഴികാട്ടിയാകാൻ. 1058 ഇന്നത്തെ ഇറാനിലെ തൂസ് എന്ന കൊച്ചു പട്ടണത്തിലാണ് ഇമാം ഗസാലി ജനിക്കുന്നത്. ചെറുപ്പത്തിലെ അനാഥനായ അബു ഹാമിദ് അൽ ഗസാലി ദീർഘകാലം പഠനത്തിനായി പേർഷ്യയിലും അറേബ്യയിലും ഷാമിലും ചിലവഴിച്ചു. 28ാമത്തെ വയസ്സിൽ പഠനം പൂർത്തിയാക്കി ബഗ്ദാദിലെത്തിയ ഇമാം ഗസാലിയുടെ പാണ്ഡിത്യം വളരെ വേഗം സർവരാലും ആദരിക്കപ്പെടുകയും സൽജൂക്കി ഭരണാധികാരിയായിരുന്ന നിലാമുൽ മുൽക്ക് അദ്ദേഹത്തെ AD 1091 ബഗ്ദാദിലെ നിലാമിയ യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പളായി നിയമിക്കുകയും ചെയ്തു. അന്ന് ലോകത്ത് നിലകൊണ്ടിരുന്നതിൽ ഏറ്റവും ഉന്നതമായ സർവകലാശാലയായിരുന്ന നിലാമിയ യൂണിവേഴ്സിറ്റിയിലെ പ്രധാന അധ്യാപകൻ അഥവാ പ്രിൻസിപ്പൾ ആകുമ്പോൾ ഇമാം ഗസാലിയുടെ പ്രായം വെറും 34 വയസ്സ് മാത്രമായിരുന്നു. അത്ഭുതത്തിന്റെ അത്ഭുതമെന്ന് പറയാം.
ഇമാം ഗസാലിക്ക് മുമ്പും ശേഷവും ആ സ്ഥാനം അലങ്കരിച്ച പണ്ഡിതർക്ക് ചുരുങ്ങിയത് അവർക്ക് 60 70 വയസ്സുണ്ടായിരുന്നു എന്നത് അത്ര ചെറുപ്പത്തിലെ, അഥവാ 34 തനിക്ക് മുമ്പ് ആ സ്ഥാനം അലങ്കരിച്ചവർക്ക് 60 വയസ്സുള്ളപ്പോഴാണ് അവരെല്ലാം ആ സ്ഥാനം ലഭ്യമായവരായിട്ടുള്ളത്. അതേ സമയത്ത് ആ സന്ദർഭത്തിൽ നിസാമിയ യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പൽ സ്ഥാനം താൻ ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ ഇമാം ഗസാലിക്ക് 34 വയസ്സാണ്. അത്ര ചെറുപ്പത്തിലെ ആ മഹാൻ കരസ്ഥമാക്കിയ അറിവിന്റെയും പാണ്ഡിത്യത്തിന്റെയും ആഴം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിന് ഇതിനേക്കാൾ വലിയ ഒരു തെളിവ് ആർക്കും ആവശ്യമില്ല. അക്കാലത്ത് നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം നടത്തിയിരുന്ന ക്ലാസുകൾക്ക് ലെക്ചർ ഹാളിൽ നിരന്നിരുന്ന കൂട്ടത്തിൽ ഉന്നതരായ, കാലത്തെ ബഗ്ദാദ് എന്നാൽ മദീനത്തുൽ ഹിക്മ, തത്വജ്ഞാനത്തിന്റെ പട്ടണമെന്ന് അറിയപ്പെട്ട ആ ബഗ്ദാദിലെ നിസാമിയുടെ ലെക്ചർ ഹാളിൽ ഇമാം ഗസാലി ക്ലാസ് എടുക്കുന്ന സാഹചര്യത്തിൽ ഇമാം ഗസാലിയുടെ മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്നവർ അക്കാലത്തെ ബഗ്ദാദിലെ ഏറ്റവും സമുന്നതരായ വ്യക്തികളായിരുന്നു, പണ്ഡിതന്മാരായിരുന്നു. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ, പ്രശസ്തി, സമ്പത്ത്, രാജാക്കന്മാരോടും മന്ത്രിമാരോടും പ്രമാണിമാരോടും മറ്റ് അധികാര കേന്ദ്രങ്ങളോടുമുള്ള അടുത്ത ബന്ധം എന്നിവയെല്ലാം ഈ കാലഘട്ടത്തിൽ ഇമാം ഗസാലിക്ക് കൈവന്നു. ഇമാം ഗസാലി ആ കാലഘട്ടത്തിൽ കരസ്ഥമാക്കിയ ഖ്യാതി നമ്മൾ പരിശോധിക്കുമ്പോൾ ആരും അസൂയപ്പെട്ടു പോകുന്ന മഹത്തായ നേട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇമാം ഗസാലി തന്റെ 34ാമത്തെ വയസ്സിലാണ് ഇമാം ഗസാലി തങ്ങൾ നിസാമിയയുടെ പ്രിൻസിപ്പാൾ സ്ഥാനം. നിസാമിയ എന്ന് പറഞ്ഞാൽ അക്കാലത്തെ ലോകത്തെ ഏറ്റവും വലിയ സർവകലാശാലയാണ്, യൂണിവേഴ്സിറ്റിയാണ് മദ്രസത്തു നിസാമിയ. അതിന്റെ പ്രിൻസിപ്പാളാണ് മഹാനായ ഇമാം ഗസാലി. എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയ പണ്ഡിതൻ. ഏത് രാജാവും ഏത് മന്ത്രിയും ഏത് പ്രമാണിയും ആ മനുഷ്യന്റെ സാമീപ്യത്തിന് വേണ്ടി കൊതിച്ചിരുന്ന കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. എന്നാൽ ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ നേടാൻ കഴിയുന്ന ഭൗതിക ഔന്നത്യത്തിന്റെ സർവസീമകളും കീഴടക്കിയ ഈ സന്ദർഭത്തിലും തന്റെ മനസ്സിലെ ശൂന്യതയ്ക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല. തന്റെ ഈ സ്ഥാനമാനങ്ങളോ അധികാരമോ പ്രശസ്തിയോ ഇത്ര വലിയ സ്വാധീനമോ തന്റെ മനസ്സിലെ ശൂന്യതയ്ക്ക് ഉത്തരം ലഭിക്കാൻ പാകപ്പെടുന്നില്ല എന്ന ഒരു തരം ആത്മസംഘർഷം ഇമാം ഗസാലിയെ വേട്ടയാടാൻ തുടങ്ങി. ആ ആത്മസംഘർഷവും വേവും അധികരിച്ചു. തന്റെ ആത്മകഥാംശമുള്ള അൽ മുൻഖിദ് മിനൽ ളലാൽ എന്ന ഗ്രന്ഥത്തിൽ തന്റെ ഈ കാലഘട്ടത്തിലെ ആത്മസംഘർഷത്തെക്കുറിച്ചും അതെങ്ങനെയാണ് തന്റെ ജീവിതം മാറ്റിമറിച്ചത് എന്നതിനെക്കുറിച്ചും ഇമാം ഗസാലി സവിസ്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ പഠിച്ചതും പ്രവർത്തിക്കുന്നതും കേവലം ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയാണ് എന്ന ചിന്ത ഈ സന്ദർഭത്തിൽ ഇമാം ഗസാലിയെ വേട്ടയാടാൻ തുടങ്ങി. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും പണ്ഡിതന്മാർ, പണ്ഡിത വിദ്യാർത്ഥികൾ ഗൗരവമായി പഠന വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. ഉദാഹരണത്തെ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ആ പണ്ഡിതനെ തന്റെ പാണ്ഡിത്യം പുറത്തു വരുമ്പോൾ ഭൗതികമായ നേട്ടവും പ്രശസ്തിയും സമ്പത്തും അധികാരവും അധികാരവർഗത്തോടുള്ള വല്ലാത്തൊരു സാമീപ്യവും കൈവരും ഏകദേശം എല്ലാം മനുഷ്യർ കൊതിക്കുന്ന ഒരു ഘട്ടമാണത്. പക്ഷെ ആ ഘട്ടത്തിൽ ഇമാം ഗസാലിയെ ഈ സമ്പത്തിനോടും സമ്പത്തും അധികാരവും അധികാരവർഗത്തോടുള്ള പ്രത്യേകമായ സാമീപ്യവും ഇതെല്ലാം തന്റെ മനസ്സിന്റെ ശൂന്യതയ്ക്ക് ഉത്തരം ലഭിക്കാൻ ഉതകുന്നതല്ല. താൻ ഇപ്പോഴും ശൂന്യനാണ്, താൻ എവിടെയും ഇപ്പോഴും എത്തിച്ചേർന്നിട്ടില്ല എന്ന ചിന്ത ഇമാം ഗസാലിയിൽ നാൾക്കുനാൾ അധികരിക്കാൻ തുടങ്ങി. അതാണ് ആ മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിച്ചതും പിൽക്കാലഘട്ടത്തിൽ ഒരു മഹാനായ ഇമാം ഗസാലിയെ നമുക്ക് ലഭ്യമാകാൻ അടിസ്ഥാന സാഹചര്യം സൃഷ്ടിച്ചതും ഈ ഒരു സന്ദർഭമാണ്. താൻ പഠിച്ചതും പ്രവർത്തിക്കുന്നതും കേവലം ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന ചിന്ത ഈ സന്ദർഭത്തിൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയെ നിരന്തരമായി വേട്ടയാടി. ആ ആത്മസംഘർഷം അദ്ദേഹത്തിന്റെ ശരീരത്തെയും ബാധിച്ചു തുടങ്ങി. വിശപ്പില്ലാതെയായി, സംസാരശേഷി പലപ്പോഴും നഷ്ടപ്പെട്ടു. ഒരിക്കൽ ആയിരക്കണക്കായ വിദ്യാർത്ഥികൾ
തിങ്ങി നിറഞ്ഞ മദ്രസത്തുൻ നിളാമിയയിലെ വിശാലമായ ലെക്ചർ ഹാളിൽ ഒരിക്കൽ ഒരു വാക്ക് പോലും മിണ്ടാൻ കഴിയാതെ ഇമാം ഗസാലി തളർന്നു വീണുപോയി. ബഗ്ദാദിലെ ഉന്നതരായ വൈദ്യന്മാർ ഓടിയെത്തി. മദീനത്തുൽ ഹിക്മ എന്ന തത്വജ്ഞാനത്തിന്റെ പട്ടണം എന്ന് പറയുന്ന അപ്പട്ടണത്തിലാണ് അക്കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടർമാരുണ്ടായിരുന്നത്. രാജാവിന്റെ പ്രധാനപ്പെട്ട കൽപ്പന പ്രകാരം ആ മഹാനായ ഇമാം ഗസാലിയെ ചികിത്സിക്കുക എന്ന താല്പര്യത്തിന് ബഗ്ദാദിലെ പ്രധാനപ്പെട്ട ബിഷഗ്വരന്മാർ, ഡോക്ടർമാരെല്ലാം ഓടിയെത്തി പലതവണ പല വിധത്തിലും പല സംവിധാനങ്ങൾ ഉപയോഗിച്ചും അക്കാലഘട്ടത്തിലെ സർവ്വ സംവിധാനങ്ങൾ ഉപയോഗിച്ചും ഇമാം ഗസാലിയെ പരിശോധിച്ചിട്ടും ശരീരത്തിന് ഒരു അപകടവും ഒരു വിഷമവും ഒരു രോഗവും കണ്ടെത്താൻ ഒരു ഡോക്ടർക്കും ഒരു ഭിഷഗ്വരനും സാധിച്ചില്ല. അവരെല്ലാവരും വിധി എഴുതിയത് നിങ്ങൾക്ക് ശരീരത്തിന് യാതൊരു കേടുമില്ല, പക്ഷേ നിങ്ങളുടെ മനസ്സിന്റെ ആത്മസംഘർഷങ്ങളെ ഞങ്ങൾക്ക് നിർവചിക്കാൻ കഴിയുന്നില്ല. അത് മാത്രമായിരിക്കും നിങ്ങളുടെ ശരീരത്തിന് ബാധിച്ച, സംസാരത്തിന് ബാധിച്ച, ചലനത്തിന് ബാധിച്ച ഈ തളർച്ചയ്ക്ക് കാരണം എന്നെല്ലാ ഭിഷഗ്വരന്മാരും ഒന്നിച്ച് വിധി എഴുതുകയാണ് ഉണ്ടായത്. ലോകത്ത് അന്നൊരു മനുഷ്യന് നേടാൻ കഴിയുന്ന മുഴുവനും അറിവ് അതെത്രത്തോളം എൻ്റെ അനുവാചകർ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. അതായത് അന്ന് ലോകത്തൊരു മനുഷ്യന് ലഭ്യമായ സകല അറിവും ഇമാം ഗസാലി റളിയല്ലാഹു ഭൗതികമായ ഒരു മനുഷ്യന് നേടാൻ കഴിയുന്ന മുഴുവനും അറിവുകളും നേടി ഉന്നതമായ സ്ഥാനത്ത് എത്തിയിട്ടും ആ അറിവുകൾക്കൊന്നിനും തൻ്റെ ആത്മസംഘർഷങ്ങൾക്ക് അറുതി നൽകാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഇമാം ഗസാലി ഇതോടുകൂടെ, ഈ ഒരു സാഹചര്യത്തോടുകൂടെ തൻ്റെ അധികാരവും തൻ്റെ പ്രശസ്തിയും തൻ്റെ എല്ലാം ഉപേക്ഷിച്ച്, എന്തിന് മദ്രസത്തുൻ നിളാമിയയിലെ ആരും കൊതിച്ചു പോകുന്ന മദ്രസത്തുൻ നിളാമിയയിലെ പ്രിൻസിപ്പൽ സ്ഥാനവും ഉപേക്ഷിച്ച്, എല്ലാ സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച് തൻ്റെ മനസ്സിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം എന്ന ചിന്തയാൽ എങ്ങോട്ടെന്നില്ലാതെ എല്ലാം ഉപേക്ഷിച്ച് എങ്ങോട്ടെന്നില്ലാതെ യാത്രയായി. AD 1095 തന്റെ 37ാമത്തെ വയസ്സിലാണ് തന്റെ മനസ്സിന്റെ ശൂന്യതക്ക് ഉത്തരം തേടിയുള്ള ഇമാം ഗസാലിയുടെ യാത്ര ആരംഭിക്കുന്നത്. അത് പിന്നീട് ആ യാത്രയുടെ അന്വേഷണത്വരയുടെ നൈരന്തര്യം പിന്നീട് 11 വർഷത്തോളം നീണ്ടുനിന്നു. അഥവാ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും തന്റെ മനസ്സിൽ താൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന യഥാർത്ഥ ഉത്തരം, തന്റെ മനസ്സ് തന്നോട് ചോദിക്കുന്ന ആത്മസംഘർഷങ്ങളുടെ പരിഹാരം, തന്റെ സ്രഷ്ടാവിനെ യഥാർത്ഥത്തിൽ തന്റെ മനസ്സിൽ സ്രഷ്ടാവിനെ കണ്ടെത്തുമ്പോൾ മാത്രമാണ് അതിനുത്തരം ലഭിക്കുക എന്ന യഥാർത്ഥമായ അറിവിന് വേണ്ടി, യഥാർത്ഥമായ അറിവ് കൊണ്ട് ഇമാം ഗസാലി തന്റെ യാത്ര ആരംഭിച്ചു. ഏകദേശം 11 വർഷത്തോളമാണ് ആ യാത്രയുടെ തപസ് പിൽക്കാലത്ത് നീണ്ടു നിന്നിട്ടുള്ളത്. പാണ്ഡിത്യത്തിന്റെ കുപ്പായവും തലപ്പാവും ഗരിമയും എല്ലാം ഇമാം ഗസാലി ബഗ്ദാദിൽ അഴിച്ചു വെച്ചു. ഒരു തെണ്ടിയെ പോലെയാണ് ആരും അറിയാതെ ഈ 11 വർഷം ഇമാം ഗസാലി യാത്ര നടത്തിയത്. ഈ യാത്രക്കിടെ താൻ അതുവരെ കരസ്ഥമാക്കിയ മുഴുവൻ അറിവുകളെയും ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഴകീറി പഠിച്ചു. ഭൗതിക സുഖങ്ങളോടും സമ്പത്തിനോടും അധികാരത്തോടുമുള്ള വിധേയത്വം പൂർണ്ണമായി ഉപേക്ഷിച്ച് ആത്യന്തികമായ ആത്മജ്ഞാനം തേടി അലഞ്ഞ വർഷങ്ങളായിരുന്നു ആ 11 വർഷങ്ങൾ. ഭൗതിക സുഖങ്ങളോടും സമ്പത്തിനോടും അധികാരത്തോടുമുള്ള വിധേയത്വം പൂർണ്ണമായി ഉപേക്ഷിച്ച് ആത്യന്തികമായ ആത്മജ്ഞാനം തേടി അലഞ്ഞവയായിരുന്നു, താൻ അലഞ്ഞതായിരുന്നു ആ 11 വർഷങ്ങൾ. ഇമാം ഗസാലിയുടെ വേഷം അക്കാലത്ത് കീറിപ്പറിഞ്ഞതായിരുന്നു. അഴുക്ക് പുരണ്ട് കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ, അഴുക്കുഭാണ്ഡം. ഡമാസ്കസിലും ജെറൂസലേമിലും ചുറ്റിത്തിരിയുമ്പോൾ ഇമാം ഗസാലിയുടെ വേഷം അപ്രകാരമായിരുന്നു. അന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മഹാനായ പണ്ഡിതനാണ് ഈ ഊരുത്തണ്ടി എന്ന് മനസ്സിലാക്കാൻ താൻ അഭിമുഖീകരിച്ച ഒരു വ്യക്തിക്കും ആ കാലത്ത് സാധിക്കുമായിരുന്നില്ല. ഇതിനിടയിൽ ഒരു അത്ഭുതം നിങ്ങൾ കേൾക്കൂ. ഏതാണ്ട് 3 വർഷത്തോളം ഈ സന്ദർഭത്തിൽ
ഡമാസ്കസിലെ അമവിയ മസ്ജിദിൽ തൂപ്പുകാരനായിട്ട് ഇമാം ഗസാലി ജോലി ചെയ്തിട്ടുണ്ട്. അന്ന് അമവിയ മസ്ജിദിൽ വലിയ ഒരു സർവകലാശാല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സമുന്നതമായ ഒരു കലാലയം. ആ കലാലയത്തിൽ അന്ന് പഠിപ്പിച്ചിരുന്ന പ്രധാന ഗ്രന്ഥങ്ങളിൽ പലരും ഇമാം ഗസാലിയുടെ സ്വന്തം കൈപ്പടയിൽ താൻ എഴുതിയ രചനകളായിരുന്നു. ഇമാം ഗസാലിയുടെ രചനകളുടെ മഹത്വങ്ങളെ കുറിച്ച് പ്രൊഫസർമാർ ക്ലാസുകൾ എടുക്കുമ്പോൾ അതേ ക്ലാസ് മുറികൾ തൂത്തുവാരി കൊണ്ടിരുന്ന തൂപ്പുകാരൻ ഇമാം ഗസാലി ആയിരുന്നു എന്ന് അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിക്കോ ഒരു പ്രൊഫസർക്കോ മനസ്സിലായതേയില്ല. നിങ്ങളതിന്റെ അത്ഭുതമെന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് ഇമാം ഗസാലിയുടെ മഹാഗ്രന്ഥങ്ങളെയാണ് ആ സർവകലാശാലയിൽ പഠിപ്പിക്കുന്നത്. അവർ ഇമാം ഗസാലിയുടെ രചനകളുടെ മഹത്വം, ചിന്തകളുടെ മഹത്വം, ഗ്രന്ഥങ്ങളുടെ മഹത്വം ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കും. അതേ ക്ലാസ് മുറികൾ അപ്പോൾ തൂത്തുവാരുന്നതാരാ? ഇമാം ഗസാലി. ഇമാം ഗസാലി എങ്ങോട്ടെന്നില്ലാതെ തിരോധാനം ചെയ്തിട്ടുണ്ട് എന്ന് അധ്യാപകർ പറയുന്നു, അവരുടെ മഹത്വങ്ങൾ പറയുന്നു. ആ ഗ്രന്ഥങ്ങളെ കീറി അവർ പരിശോധിച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നു. അതേ സർവകലാശാല അന്ന് അപ്പോൾ ആ ക്ലാസുകൾ എടുക്കുന്നതിനിടയിൽ ആ ക്ലാസും പരിസരവും തൂത്തുവാരിയിരുന്ന തൂപ്പുകാരനാരാ? അത് ഇമാം ഗസാലി. ഇന്ന് ഇത് ഇമാം ഗസാലിയാണ് ഞങ്ങളുടെ ഈ സർവകലാശാലയിലെ അമവിയ മസ്ജിദിലെ തൂപ്പുകാരിൽ ഒരു നിസ്സാരനായ തൂപ്പുകാരൻ. ഇത് ഇമാം ഗസാലിയാണെന്ന് മനസ്സിലാക്കാനോ അവർക്കാർക്കും അന്ന് സാധിച്ചതേയില്ല. കാലഘട്ടത്തിലുടനീളം ഇമാം ഗസാലി തന്റെ പഠനവും ചിന്തയും എഴുത്തും തുടർന്നുകൊണ്ടേയിരുന്നു. കേവലം യുക്തി കൊണ്ട് മനുഷ്യ ജീവിതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന യുക്തിവാദികളുടെയും ഫിലോസഫർമാരുടെയും ഗ്രന്ഥങ്ങൾ അദ്ദേഹം ആദ്യം വിശകലനം ചെയ്യും. മനുഷ്യയുക്തിയുടെയും ചിന്തയുടെയും അറിവിന്റെയും ഉത്ഭവവും സ്വഭാവവും പരിധിയും പരിമിതിയും വിശകലനം ചെയ്യുന്ന കണ്ടെത്തലുകളിലേക്കും ഇമാം ഗസാലി ഇക്കാലഘട്ടത്തിൽ നടത്തിയ ചിന്തകളാണ് എപ്പിസ്റ്റമോളജിയുടെയും ഫിലോസഫിക്കൽ സ്കെപ്റ്റിസിസത്തിന്റെയും മെറ്റാഫിസിക്സിന്റെയും വാതിലുകൾ പിൽക്കാലഘട്ടത്തിൽ ലോകമൊട്ടാകെയുള്ള ചിന്തകന്മാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും തുറന്നു നൽകി. തന്റെ പ്രധാന ഫിലോസഫി ഗ്രന്ഥങ്ങളായ മഖാസിദുൽ ഫലാസഫ, തഹാഫത്തുൽ ഫലാസഫ, അൽ ഇഖ്തിസാദ് ഫിൽ ഇഅ്തിഖാദ്, മിഅ്യാറുൽ ഇൽമി ഫിൽ മന്തിഖ് എന്നീ ഗ്രന്ഥങ്ങളിൽ ദൈവവിശ്വാസത്തെയും വിശ്വാസശാസ്ത്രമായ അശ്അരിസത്തെയും പഴുതടച്ച് ഇമാം ഗസാലി വിശദീകരിക്കുന്നുണ്ട്. 1000 വർഷങ്ങൾക്കിപ്പുറം ഇന്നും ഇനി ഭാവിയിൽ മാനവരാശിയുടെ അന്ത്യം വരെയും ഇസ്ലാമിക വിശ്വാസ ശാസ്ത്രത്തെ പ്രതിരോധിക്കുവാനും നിലനിർത്തുവാനും ഈ ഗ്രന്ഥങ്ങൾ മാത്രം മതിയാകും. ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി അടിസ്ഥാനമാക്കി സ്പേസിനും ടൈമിനും തുടക്കമുണ്ടെന്ന് ശാസ്ത്രലോകം ചിന്തിക്കാൻ തുടങ്ങുന്നത് AD 1930 ശേഷം മാത്രമാണ്, കേവലം കഴിഞ്ഞ നൂറ്റാണ്ടിൽ. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിസ്ഥാനമാക്കി അശ്അരി അഖീദയെ വിശദീകരിക്കുവാൻ ഇമാം ഗസാലി എഴുതിയ തഹാഫത്തുൽ ഫലാസഫയിൽ സമയത്തിനും തുടക്കമുണ്ടെന്നും സമയം സർവ്വതിനും അപ്പുറം നിലകൊള്ളുന്ന അള്ളാഹുവിന്റെ കേവലം സൃഷ്ടി മാത്രമാണെന്നും സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട്. നമ്മെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിനെയും അടിസ്ഥാനമാക്കി പ്രപഞ്ചത്തിന്റെ പ്രവർത്തന രീതികൾക്ക് നൽകിയ വിശദീകരണങ്ങൾ മനസ്സിലാക്കാൻ ശാസ്ത്രലോകത്തിന് പിന്നെയും 900 വർഷങ്ങൾ വേണ്ടി വന്നു എന്നാണ്. കേവലം നാച്ചുറൽ ലോസിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ശാസ്ത്രലോകം പ്രപഞ്ചത്തെ മനസ്സിലാക്കിയത്. ന്യൂട്ടോണിയൻ മെക്കാനിക്സും മാക്സ്വെൽസിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയും മാത്രം മതി പ്രപഞ്ച പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാൻ എന്ന് കരുതിയിരുന്ന യൂറോപ്യൻ സമൂഹത്തിനും ആധുനിക ശാസ്ത്രലോകത്തിനും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കണ്ടെത്തിയ പല പ്രതിഭാസങ്ങളെയും ശാസ്ത്രീയമായി വിശകലനം ചെയ്യാനോ വിവരിക്കാനോ കഴിഞ്ഞില്ല. തുടർന്ന് മാക്സ് പ്ലാങ്ങും ആൽബർട്ട് ഐൻസ്റ്റീനും മുന്നോട്ട് വെച്ച ക്വാണ്ടം ഫിസിക്സ് അന്ന് വരെയുള്ള ശാസ്ത്ര നിയമങ്ങൾക്കും അപ്പുറമുള്ള പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വാതിൽ തുറക്കുകയാണ് ഉണ്ടായത്. 1935 ആൽബർട്ട് ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ള ഒരു ശാസ്ത്ര സംഘം ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന ശാസ്ത്ര പ്രതിഭാസത്തെ കുറിച്ച് ആദ്യ റിസർച്ച് പേപ്പറുകൾ അവതരിപ്പിക്കുന്നു. തുടർന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിലാണ് ഈ പ്രതിഭാസങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നത്.
ഈ വീഡിയോയുടെ തുടക്കത്തിൽ 2022 ഫിസിക്സിലെ നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് ഇമാം ഗസാലിയുടെ പേര് ആധുനിക ശാസ്ത്ര സമൂഹത്തിൽ നിന്ന്, യൂറോപ്യൻ ശാസ്ത്ര സമൂഹത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ 2022 ഉള്ള ഈ നോബൽ പ്രൈസിന് യഥാർത്ഥത്തിൽ അർഹൻ 900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആ സുന്നി സൂഫി പണ്ഡിതനാണ് എന്ന ആ ശക്തമായ വാദം ഉയർന്നു വന്നിരുന്നതായി നാം നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ തഹാഫത്തുൽ ഫലാസഫ അഥവാ ഇൻകൊഹിറൻസ് ഓഫ് ദ ഫിലോസഫേഴ്സ് എന്ന ഗ്രന്ഥത്തിൽ അശ്അരി അഖീദയെ വിശദീകരിക്കാൻ വേണ്ടി ഇമാം ഗസാലി ഉപയോഗിച്ച വൊക്കേഷണലിസം അഥവാ മുനാസബിയ എന്ന കൺസെപ്റ്റിൽ തന്നെയാണ് ഇന്ന് ഇതുവഴി ആധുനിക ശാസ്ത്രലോകവും എത്തി നിൽക്കുന്നത്. പ്രപഞ്ചം പ്രീ ഡിറ്റർമിനിസ്റ്റിക് ആണെന്ന് കരുതിയിരുന്ന ക്ലാസിക്കൽ ഫിസിക്സിന്റെ അടിത്തറ പൊളിച്ചെഴുതുകയായിരുന്നു സത്യത്തിൽ ക്വാണ്ടം ഫിസിക്സിന്റെ ഉദയത്തോടെ സംഭവിച്ചത്. 1920കളിൽ നീൽസ് ബോറും വെർണർ ഹൈസൻബർഗും ചേർന്ന് രൂപപ്പെടുത്തിയ കോപ്പൻഹാഗൻ ഇന്റർപ്രിട്ടേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രപഞ്ച പ്രവർത്തനത്തെക്കുറിച്ചുള്ള അനുമാനങ്ങൾ യഥാർത്ഥത്തിൽ ഇമാം ഗസാലിയുടെ 900 വർഷങ്ങൾക്കും ഇമാം ഗസാലി എഴുതിയ തഹാഫത്തുൽ ഫലാസഫയിലെ ചിന്തകളുടെ ആവർത്തനങ്ങൾ മാത്രമാണ്, ആ ചിന്തകളെ ശരിവെക്കുന്നത് മാത്രമാണ്. പ്രസ്തുത ഗ്രന്ഥത്തിൽ അശ്അരി അഖീദയുടെ അടിസ്ഥാനത്തിൽ സർവവും നിയന്ത്രിക്കുന്ന സ്രഷ്ടാവിനെയും ദൈവപ്രീതി നേടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഔലിയാക്കളെയും ഇമാം ഗസാലി വിവരിക്കുന്നുണ്ട്. പ്രകൃതി നിയമങ്ങൾക്കും സ്വാഭാവികതകൾക്കും അപ്പുറം മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഔലിയാക്കൾ ഉണ്ടാകാമെന്നാണ് ഇന്ന് ആധുനിക ശാസ്ത്രവും നമ്മോട് പറയുന്നത്. ഖേദകരമെന്ന് പറയട്ടെ, സുന്നി സൂഫി ലോകം ഇവിടെ പോലും 900 വർഷങ്ങൾക്കുമ്പുറം അന്ന് ഇമാം ഗസാലി മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങളെ അഥവാ എല്ലാ നിയമങ്ങൾക്കും അപ്പുറം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ഭൂമിയിൽ എവിടെയും മനുഷ്യന് അചിന്തനീയമായ ഒരു കാലത്തും ചിന്തിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ ഏത് സെക്കൻഡിലും എവിടെയും ചില മനുഷ്യകരങ്ങളാൽ പ്രവർത്തിക്കപ്പെടാം എന്ന് ഇന്ന് ശാസ്ത്രലോകം മനസ്സിലാക്കുകയും ഒരു കാലത്ത് ഇമാം ഗസാലി വ്യക്തമായി അത് വിശദീകരിക്കുകയും ചെയ്ത ആ മഹാസത്യങ്ങളിൽ നിന്ന് ഇന്ന് സുന്നി സൂഫി ലോകത്തെ പണ്ഡിതന്മാർ പോലും പുറകോട്ട് പോയി എന്നതാണ് ഏറെ ഖേദകരമായ യാഥാർത്ഥ്യം. ഇമാം ഗസാലിയുടെ മറ്റൊരു ഗ്രന്ഥമായ അൽ മൂഖിദ് മിനൽ ളലാൽ എന്ന ഗ്രന്ഥത്തിൽ ആധുനിക ശാസ്ത്രലോകം ഉത്തരമില്ലാത്ത പാരഡോക്സുകൾ എന്ന പേരിൽ ഇന്നും കണക്കാക്കുന്ന ഡ്രീം അനാലജിയും സിമുലേഷൻ തിയറിയുമെല്ലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ദീർഘമായി ചർച്ച ചെയ്യുകയും അവയ്ക്കുള്ള ഉത്തരങ്ങളും അത്തരം സംഘർഷങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള തസൂഫി മാർഗങ്ങളും അതിമനോഹരവും വ്യക്തവുമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആധുനിക ശാസ്ത്രത്തിനും അപ്പുറം ആ മനുഷ്യൻ ഇന്നും മുന്നിട്ട് നിൽക്കുന്നത് എന്ന് അത്ഭുതത്തോടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. AD 1999 ആരംഭിച്ച വച്ചൗസ്കി ബ്രദേഴ്സിന്റെ മാട്രിക്സ് ഫിലിം പരമ്പരയും 2010 പുറത്തിറങ്ങിയ ക്രിസ്റ്റഫർ നോളന്റെ ഇൻസെപ്ഷനുമെല്ലാം ചർച്ച ചെയ്ത പ്രഹേളികകൾക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുന്നി സൂഫി പണ്ഡിതൻ തൻ്റെ ചിന്തകളിലൂടെ തൻ്റെ രചനകളിലൂടെ ഉത്തരം കണ്ടെത്തി ലോകത്തിന് സമർപ്പിച്ചു എന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്നും അവിശ്വസനീയമായി തോന്നാം. ഭൗതികമായി കാണുന്ന ഈ ലോകത്തിനുമപ്പുറം മറ്റൊന്നുമില്ലെന്നും മരണത്തോടെ ജീവിതം അവസാനിക്കുമെന്നുമുള്ള നവനാസ്തികരുടെയും ലിബറലുകളുടെയും ചിന്തകളുടെ അടിത്തറ തന്നെ ഇല്ലാതാക്കുകയാണ് ആ ഗ്രന്ഥങ്ങൾ ഇമാം ഗസാലി അന്ന് ചെയ്തത്. അന്നാസു നിയാം ഇദാ മാതു ഇൻതബഹു, മനുഷ്യരെല്ലാം ഉറക്കത്തിലാണ്, മരണത്തിലൂടെയാണ് അവരെല്ലാം ഉണർന്നെഴുന്നേൽക്കുന്നത് എന്ന് അന്ത്യ ദൈവദൂതൻ മുഹമ്മദ് മുസ്തഫയുടെ വാക്ക് ഇമാം ഗസാലി തൻ്റെ ഈ പാരഡോക്സിന്റെ വിശദീകരണത്തിന്റെ അവസാനത്തിൽ അതിമനോഹരമായി വിശദീകരിക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യും. മധ്യകാല യൂറോപ്പിൽ ക്രിസ്തുമതം വളരെ വലിയ ആന്തരിക ബാഹ്യ സംഘർഷങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ക്രിസ്ത്യൻ തിയോളജിസ്റ്റുകൾ തങ്ങളുടെ മതത്തെയും വിശ്വാസത്തെയും പ്രതിരോധിക്കുവാൻ ആശ്രയിച്ചത് ഇമാം ഗസാലിയുടെ ഗ്രന്ഥങ്ങളെയായിരുന്നു.
തോമസ് അക്വൈനസിന്റെയും റൈനൻഡ് മാർട്ടിനിയുടെയും നിക്കോളാസ് ഓഫ് ഔട്ടർകോട്ടിന്റെയും കൃതികളിൽ അൽ ഗസൽ എന്ന പേരിൽ ഇമാം ഗസാലിയുടെ നാമം അപ്പൻഡിക്സുകളിൽ നിരന്തരമായി ആവർത്തിക്കുന്നതായി നമുക്ക് കാണാം. ഈ വസ്തുത ഇന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. യഥാർത്ഥത്തിൽ കാത്തലിക് ചർച്ചിന്റെ ഏറ്റവും പ്രധാന വിശ്വാസ ശാസ്ത്ര ഗ്രന്ഥമായി ഇന്നും കണക്കാക്കപ്പെടുന്ന AD 13-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ 1274 പ്രസിദ്ധീകരിക്കപ്പെട്ട തോമസ് അക്വൈനസിന്റെ സുമ്മാ തിയോളജിക്ക എന്ന ഗ്രന്ഥം പൂർണ്ണമായും ഇമാം ഗസാലിയുടെ തഹാഫത്തുൽ ഫലാസഫയുടെ ലാറ്റിൻ പരിഭാഷ അല്ലെങ്കിൽ ലാറ്റിൻ ഭാഷയിലെ ആവർത്തനം മാത്രമാണ്. ഡൊമിനിക്കൻ കാത്തലിക് പുരോഹിതനായ റൈമണ്ട് മാർട്ടിനിയുടെ 1219-ാം നൂറ്റാണ്ടിന്റെ അവസാനം 1284 പ്രസിദ്ധീകരിക്കപ്പെട്ട യൂജിയോഫൈദി എന്ന ലാറ്റിൻ ഗ്രന്ഥവും ഇമാം ഗസാലിയുടെ തഹാഫത്തുൽ ഫലാസഫയുടെ മറ്റൊരു പരിഭാഷ തന്നെയാണ്. എന്തിനധികം ക്രൈസ്തവ ലോകം ആത്മീയത തേടിയത് പോലും ഇമാം ഗസാലിയുടെ സൂഫി ഗ്രന്ഥങ്ങളുടെ അടിത്തറയിലാണെന്ന് ഇന്നും നിഷ്പക്ഷമായി പഠിച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. വാഴ്ത്തപ്പെട്ട ക്രൈസ്തവ കത്തോലിക്ക സന്യാസിയായിരുന്ന സെയിന്റ് ജോൺ ഓഫ് ദ ക്രോസ് AD 16-ാം നൂറ്റാണ്ടിൽ രചിച്ച സുപ്രധാന ആത്മീയ ഗ്രന്ഥങ്ങളായ അസെന്റ് ഓഫ് ദ മൗണ്ട് കാർമലും ദ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളും ഇമാം ഗസാലിയുടെ സൂഫി ഗ്രന്ഥങ്ങളായ ഇഹ്യാ ഉലൂമിന്റെയും മിഷ്കാത്തുൽ അൻവാറിന്റെയും ക്രൈസ്തവ വായനകൾ മാത്രമാണ്. ഞാൻ ആ സമൂഹത്തെ ചെറുതാക്കി പറയുകയല്ല. പരസ്പരം കൊള്ളുകയും കൊടുക്കുകയും വസ്തുതകൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന നല്ല മനസ്സ് അന്ന് മതപണ്ഡിതന്മാർക്കെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അവർക്കെല്ലാം അവലംബിക്കാൻ മാത്രം തിയോളജിക്കലി ആ കാര്യങ്ങളെ വളരെ വ്യക്തമായി ഏതൊരു മതത്തിലേക്കും പറിച്ചു നടാൻ മാത്രമുള്ള അതിശക്തമായ ഒരു തിയോളജി അടിത്തറ സ്ഥാപിക്കാൻ ഇമാം ഗസാലിക്ക് മാത്രമാണ് കഴിഞ്ഞത് എന്നത് മാത്രമാണ് ഇവിടെ യാഥാർത്ഥ്യമായി നാം മനസ്സിലാക്കേണ്ടത്. യൂറോപ്പിന്റെ നവോത്ഥാന കാലഘട്ടമായ എൻലൈറ്റ്മെന്റ് പീരീഡിൽ എത്തിക്സിലും ഫിലോസഫിയിലും ഇമാം ഗസാലി നിരന്തരം വായിക്കപ്പെട്ടു എന്നതാണ് സത്യം. ഡേവിഡ് ഹ്യൂമിന്റെ 18-ാം നൂറ്റാണ്ടിൽ പ്രസിദ്ധീകരിച്ച, കൃത്യമായി പറഞ്ഞാൽ 1739 പ്രസിദ്ധീകരിക്കപ്പെട്ട ട്രീറ്റീസ് ഓഫ് ഹ്യൂമൻ നേച്ചറും ഇമ്മാനുവൽ കാന്റിന്റെ 18-ാം നൂറ്റാണ്ടിന് അവസാനം, കൃത്യമായി പറഞ്ഞാൽ 1781 പ്രസിദ്ധീകരിക്കപ്പെട്ട ക്രിറ്റിക് ഓഫ് പ്യുവർ റീസണും ഇമാം ഗസാലിയുടെ ഫിലോസഫി ഗ്രന്ഥങ്ങളുടെ ഇംഗ്ലീഷ് ജർമ്മൻ പുനരാഖ്യാനങ്ങൾ മാത്രമാണ്. മോഡേൺ യൂറോപ്യൻ ഫിലോസഫിയിലും മാത്തമാറ്റിക്സിലും ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനും ചിന്തകനുമായ റെനെ ഡെക്കാർട്ടസിന്റെ മാഗ്നം ഓപ്പസായി കണക്കാക്കപ്പെടുന്ന ഫിലോസഫി ഗ്രന്ഥമായ ഡിസ്കോഴ്സ് ഓൺ ദ മെത്തേഡ് പൂർണ്ണമായും ഇമാം ഗസാലിയുടെ മുൻഖിദ് മിനൽ ളലാൽ എന്ന ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തിയ രചനയാണ്. കേവല ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് മാത്രം ദൈവത്തെ കണ്ടെത്താനോ ദൈവദർശനം എന്ന അഥവാ മുഷാഹദ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ആന്തരിക ബോധനം അഥവാ മുകാശഫ നേടാൻ കഴിയില്ലെന്നും മനസ്സിലാക്കിയ ഇമാം ഗസാലി തന്റെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള യാത്രയുടെ വർഷങ്ങൾ പൂർണ്ണമായും സൂഫി മാർഗത്തിലാണ് വിനിയോഗിച്ചത്. ഖേദകരമെന്ന് പറയട്ടെ, 900 വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് എല്ലാം നേടിയെന്ന് മനസ്സിലാക്കുന്ന മുസ്ലിം പണ്ഡിത ലോകം യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ദൈവത്തെ കണ്ടെത്താൻ കഴിയും എന്ന വിഡ്ഢിത്തരമാണ് ഇന്ന് നവനാസ്തികർക്ക് മുന്നിൽ അഴിച്ചിടുന്നത് എന്നത് ഏറെ വേദനാജനകമായ യാഥാർത്ഥ്യമാണ്. സൂഫിസം കേവലം അറിവോ വിജ്ഞാനശാഖയോ അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രങ്ങളുടെ തനിയാവർത്തനങ്ങളോ അല്ല എന്നും അനുഭവത്തിലൂടെ മാത്രമേ ആത്മീയതയും ആത്മബോധനവും ആത്മസാക്ഷാത്കാരവും നേടാൻ കഴിയൂ എന്നും തിരിച്ചറിഞ്ഞ ഇമാം ഗസാലി ആത്മസംസ്കരണത്തിന്റെയും ആത്മത്യാഗത്തിന്റെയും പാതയിൽ പിന്നീട് വർഷങ്ങളോളം ചെലവഴിക്കുകയാണ് ഉണ്ടായത്. ആത്മസംസ്കരണവും നന്മയും കരുണയും കൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതിലൂടെ സ്ഫുടീകരണം ചെയ്യുന്നതിലൂടെ മാത്രമേ ആന്തരബോധനം അഥവാ മുകാശഫ സാധ്യമാകൂ എന്ന് ഇമാം ഗസാലി തന്റെ ഗ്രന്ഥങ്ങളായ ബിദായത്തുൽ ഹിദായയിലും മിഷ്കാത്തുൽ അൻവാറിലും സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട്. ഒടുവിൽ തന്റെ യാത്രയുടെ അവസാന വർഷം സർവജ്ഞനായ സ്രഷ്ടാവ് ദൈവദർശനത്തിന്റെയും ആത്മസാക്ഷാത്കാരത്തിന്റെയും വെളിച്ചം തന്റെ ഹൃദയത്തിൽ നിറച്ചു എന്നും അപ്പോൾ മാത്രമാണ് താൻ അനുഭവിച്ച, താൻ നേരിട്ട,
തൻ്റെ മനസ്സ് തന്നോട് തന്നെ ചോദിച്ച ആത്മസംഘർഷങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം തനിക്ക് തന്നെ ലഭിച്ചത് എന്നും ആ ഗ്രന്ഥങ്ങളിൽ ഇമാം ഗസാലി മനോഹരമായി കുറിച്ചു വച്ചിട്ടുണ്ട്. നീണ്ട 11 വർഷത്തിന് ശേഷം തിരികെ ബഗ്ദാദിലെത്തിയപ്പോഴേക്കും ഭൗതിക ജ്ഞാനത്തിനും അപ്പുറമുള്ള ആത്മജ്ഞാനം നേടിയ, തർക്കത്തിനും സംവാദത്തിനും അറിവിനുമപ്പുറം, കേവല അറിവിനുമപ്പുറം ഹൃദയം കൊണ്ട് മനുഷ്യരെ പരിവർത്തനപ്പെടുത്താൻ കഴിയുന്ന ഔന്നത്യം കരസ്ഥമാക്കിയ മനുഷ്യ ചരിത്രത്തിലെ അപൂർവ മഹാമനീഷികളിൽ ഒരാളായി ഇമാം ഗസാലി മാറിയിരുന്നു. കേവല അറിവിന്റെ, തർക്കങ്ങളുടെ പുറം ഭാഗങ്ങളിൽ നിന്ന് ദൈവത്തെ യഥാർത്ഥത്തിൽ കണ്ടെത്തുന്ന ആത്മസംസ്കരണത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും പാതയിൽ ദീർഘമായി പ്രവേശിച്ച് അലഞ്ഞ് ഒരു തെണ്ടിയെപ്പോലെ നാടാകെ ചുറ്റി നടന്ന് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ മനസ്സിൽ വെളിച്ചം നിറച്ചപ്പോൾ തർക്കങ്ങൾക്കപ്പുറം ഏതൊരു നിരീശ്വരവാദിക്കും ഏതൊരു ലിബറലിസ്റ്റിനും തൻ്റെ മുഖദർശനം കൊണ്ട് മാത്രം ആത്മജ്ഞാനം നൽകാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഇമാം ഗസാലി ഈ സാഹചര്യത്തിൽ വളർന്നു. അക്കാലഘട്ടത്തിൽ തന്നെ സന്ദർശിച്ച സ്പെയിനിൽ നിന്നുള്ള അന്തലൂസിയൻ മാലിക്കി പണ്ഡിതനായ അബൂബക്കർ ഇബ്നുൽ അറബി ഇമാം ഗസാലിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് ഇപ്രകാരമാണ്: അന്ന് വരെ ഞാൻ ഇരുട്ടിലായിരുന്നു. എൻ്റെ മുന്നിൽ ഇമാം ഗസാലിയെ കണ്ടതോടുകൂടെ എൻ്റെ മുന്നിൽ സൂര്യൻ ഉദിച്ചതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഈ അന്തലൂസിയൻ മാലിക്കി പണ്ഡിതനായ അബൂബക്കർ ഇബ്നുൽ അറബി എന്ന ഈ മഹാപണ്ഡിതന് താൻ പഠിച്ച കേവല അറിവുകളിൽ ധാരാളം സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങൾ ചോദിക്കാൻ പറ്റിയ ഒരു പണ്ഡിതൻ അക്കാലത്ത് ഇമാം ഗസാലിയാണ്. പക്ഷെ ഇമാം ഗസാലി തിരോഭവിച്ച നാളുകളാണ്. ആ സന്ദർഭത്തിൽ എവിടെയാണ് ഗസാലി ഉള്ളതെന്ന് ആർക്കും അറിയില്ല. ഗസാലി എന്നേക്കുമായി മൺമറഞ്ഞു പോയോ, അതല്ല എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഇമാം ഗസാലിയെ കണ്ടെത്താൻ കഴിയുമെന്ന് ആ വിഷയത്തിൽ ചുറ്റിത്തിരിയുന്നതിനിടയിലാണ് ഈ അന്തലൂസിയൻ പണ്ഡിതനായ മലിക്കി പണ്ഡിതൻ അബൂബക്കർ അറബി എന്ന ഈ മഹാൻ ഇമാം ഗസാലി ബഗ്ദാദിൽ തിരിച്ചെത്തിയിട്ടുണ്ട് എന്ന വാർത്ത അറിഞ്ഞത്. അദ്ദേഹം വേഗം ഡമാസ്കസിൽ നിന്ന് ബഗ്ദാദിലേക്ക് യാത്രയായി. അങ്ങനെ ബഗ്ദാദിൽ പോയി ഇമാം ഗസാലിയെ തൻ്റെ മനസ്സിൽ ഇമാം ഗസാലിയോട് ചോദിക്കേണ്ട നിരവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെ ഇമാം ഗസാലിയുടെ മുന്നിൽ അയച്ചു വെച്ച് അത് ഓരോന്നിൻ്റെയും ഇഴത്തീർത്ത് ഉത്തരം കണ്ടെത്തണം എന്ന് വിചാരിച്ച് ഇമാം ഗസാലിയുടെ മുന്നിലെത്തിയ ഈ അബൂബക്കർ ഇബ്നുൽ അറബി എന്ന ഈ മഹാപണ്ഡിതന് ഒരൊറ്റ നിമിഷം തൻ്റെ സകല സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ടു. പിന്നെ തനിക്ക് സംശയങ്ങളേ ഇല്ല. തനിക്ക് പുതിയ പുതിയ ഉത്തരങ്ങൾ കിട്ടി. ഒരു ചോദ്യത്തിന് തന്നെ 1000 ഉത്തരം എന്ന വിധത്തിൽ അതിഗൗരവമായ അതിമനോഹരമായ എല്ലാ കുരുക്കും അഴിക്കപ്പെട്ട ഉത്തരങ്ങൾ തൻ്റെ മുന്നിൽ തുറന്നു കിട്ടി. ഒരു വാക്ക് ഇമാം ഗസാലിയോട് താൻ സംസാരിച്ചിട്ടില്ല. ഫഇന്ന അശ്ശംസ ത്വാലിഅ ബൈന യദയ്യ അശ്ശംസു ത്വാലിഅ, എന്റെ മുന്നിൽ സൂര്യൻ ഉദിച്ചതുപോലെ എല്ലാം എനിക്ക് അതോടുകൂടെ എല്ലാ സംശയങ്ങളും ആ സെക്കൻഡിൽ പമ്പ കിടന്നു. ഞാൻ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടു. ഒരു മുക്കാശഫ തനിക്കും ലഭ്യമായതുപോലെ അനുഭവപ്പെട്ടു. ആ മുഖത്തേക്കൊന്ന് നോക്കിയ മാത്രയിൽ, ഇമാം ഗസാലിയുടെ മുഖത്തേക്ക് ഒരു വേള നോക്കിയ മാത്രയിൽ സൂര്യൻ തൻ്റെ മുന്നിൽ ഉദിച്ചു നിൽക്കുന്നതായി, എല്ലാ സംശയങ്ങളുടെയും ഇരുട്ടുമറങ്ങൾ നീങ്ങിയതായി തനിക്ക് അനുഭവപ്പെട്ടു എന്നാണ് തൻ്റെ ഗ്രന്ഥത്തിൽ തന്നെ ആ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് അബൂബക്കർ ഇബ്നുൽ അറബി എന്ന ഈ പണ്ഡിതൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൻ്റെ ജീവിതം തന്നെ ഇസ്ലാമിക സത്യമാർഗത്തിന്റെ ഏറ്റവും വലിയ തെളിവാക്കി മാറ്റിയ ഇമാം ഗസാലിയെ ഹുജ്ജത്തുൽ ഇസ്ലാം, ഇസ്ലാമിക സത്യമാർഗത്തിന്റെ തെളിവ്, നിദർശനം എന്നാണ് പിൽക്കാലഘട്ടത്തിലുടനീളം മുസ്ലിം ലോകം വിശേഷിപ്പിച്ചത്. മനുഷ്യന്റെ ബുദ്ധിശക്തിയുടെയും ചിന്താശേഷിയുടെയും ഇന്ദ്രിയാനുഭവങ്ങളുടെയും ശാസ്ത്രത്തിൻ്റെയും ഫിലോസഫിയുടെയും പരിധികളും പരിമിതികളും ചിട്ടപ്പെടുത്തി പിൽക്കാല നൂറ്റാണ്ടുകളിൽ മുസ്ലിം ലോകത്തെ നേർമാർഗത്തിൽ നടത്തിയത് ഇമാം ഗസാലിയാണ് എന്ന് കൃത്യമായി നമുക്ക് വായിക്കാൻ കഴിയും. എഡിൻബർഗ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച അൽ ഗസാലി ദ മുസ്ലിം ഇന്റലക്ച്വൽ എന്ന ഗ്രന്ഥത്തിൽ ആംഗ്ലിക്കൻ ക്രൈസ്തവ പുരോഹിതനും പ്രശസ്ത ചരിത്രകാരനുമായ വില്യം മോൺഗോമേരി വാട്ട് പറയുന്നത്, മുഹമ്മദ് നബിക്ക് ശേഷം ലോകത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ മഹാമനീഷിയായ വ്യക്തി അൽ ഗസാലിയാണ് എന്ന്. എന്തുകൊണ്ടാണ് ഇമാം ഗസാലിയെ പോലെയുള്ളവർ വർത്തമാന സാഹചര്യത്തിൽ ഉണ്ടാവാത്തത് എന്ന്
പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇതുപോലൊരു മഹാൻ ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയും വർത്തമാന സാഹചര്യത്തിലും ഭാവിയിലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നു മാത്രമല്ല, ഇമാം ഗസാലിയുടെ രചനകളെ പോലും വേണ്ട വിധത്തിൽ ആഴത്തിൽ പഠിക്കുവാനോ ആ മഹാന്റെ നിലപാടുകൾ ജീവിതത്തിൽ പകർത്തുവാനോ ആധുനിക മുസ്ലിം സമൂഹമോ എന്തിന് സുന്നി സൂഫി പണ്ഡിത ലോകമോ യാതൊരു ശ്രമവും നടത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ, ഇങ്ങനെയുള്ള മഹാമനീഷികൾ മുസ്ലിം ലോകത്ത് ഉദയം കൊള്ളാത്തത് എന്നതിന് കൃത്യമായ ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇമാം ഗസാലിയുടെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ആത്മവിമർശനവും ഭൗതിക വിരക്തിയും സമ്പത്തിനും പ്രശസ്തിക്കും അധികാരത്തിനും വേണ്ടി മതത്തെ തൂക്കി വിൽക്കുന്ന ആധുനിക മുസ്ലിം പണ്ഡിതന്മാർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഒരു ഇമാം ഗസാലി ഉദയം കൊള്ളില്ല. അദ്ദേഹം വരച്ചു കാട്ടിയ ഒരു യഥാർത്ഥ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെയാണ് തന്നെ താൻ വിമർശിച്ച് യഥാർത്ഥത്തിലേക്ക് താൻ എത്തിച്ചേരേണ്ടത് എന്നതിന് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ തന്നെ വായിച്ച് ആ ഗ്രന്ഥങ്ങൾ നോക്കി മനസ്സിലാക്കി ആഴത്തിൽ തന്നെ ആത്മവിമർശനം നടത്തി തന്നെ വ്യക്തിത്വത്തെ ശുദ്ധീകരിക്കാൻ ആധുനിക മുസ്ലിം സുന്നി സൂഫി പണ്ഡിതന്മാർ പോലും ശ്രമിക്കുന്നില്ല എന്നിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇങ്ങനൊരാളെ ലോകം പ്രസവിക്കുക? മതത്തെ കേവലം നിയമസംഹിതകളാക്കി മനസ്സിലാക്കുന്ന ആധുനിക മുസ്ലിം പണ്ഡിത ലോകത്തിന് വിശ്വാസത്തിന്റെ ആത്മാവിനെ തൊട്ടെറിഞ്ഞ ആ പണ്ഡിതന്റെ ഗ്രന്ഥങ്ങൾ എത്ര വായിച്ചാലും എവിടെ വായിച്ചാലും അതിൻ്റെ അന്തപ്പൊരുൾ, അതിൻ്റെ ആന്തരാർത്ഥം പോലും മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. ഇന്ന് മുസ്ലിം ലോകം മനസ്സിലാക്കുന്നത്, പണ്ഡിതന്മാർ പോലും മനസ്സിലാക്കുന്നത് മതത്തെ ഒരു നിയമസംഹിത എന്നാണ്. മതമെന്നാൽ ഒരു നിയമങ്ങളുടെ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ പോകരുത്, ഇങ്ങനെ വരരുത്, കുറെ നിയമങ്ങൾ. അപ്പോൾ നിയമത്തിന്റെ ചട്ടക്കൂട് എന്നതിനപ്പുറം, പ്രത്യേകിച്ച് ഫിഖ്ഹിനപ്പുറം, നമ്മുടെ പണ്ഡിതന്മാരെന്ന് പറയുന്നവരിൽ സുന്നി സൂഫി പണ്ഡിതന്മാർ പോലും മതത്തെ മനസ്സിലാക്കുന്നത് നിയമത്തിന്റെ ബാരിക്കേഡിൽ നിന്ന് മാത്രമാണ്. എന്താ മതം എന്നാൽ കുറെ നിയമങ്ങളുടെ ഒരു സംഹിത. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്. അതെല്ലാം അങ്ങനെയുള്ള ബാരിക്കേഡുകളെല്ലാം മതത്തിലില്ലേ? തീർച്ചയായും ഉണ്ട്. എന്നാൽ എന്തിനാണ് ഈ ബാരിക്കേഡുകൾ ഉണ്ടാക്കിയത്, എന്തിനാണ് ഈ ബാരിക്കേഡുകൾ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ആധുനിക പണ്ഡിതന്മാർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഈ നിയമങ്ങൾക്കപ്പുറം അവർ മതത്തെ വായിച്ചില്ല. ഇമാം ഗസാലിയുടെ പ്രത്യേകത എന്തെന്നാൽ യഥാർത്ഥത്തെ തേടിപ്പോകാൻ തനിക്ക് കഴിയുകയും ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് മതത്തെ നോക്കിക്കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതുമാണ് പരമാർത്ഥം. എന്താണ് മതനിയമങ്ങൾ എന്നതിൽ മാറ്റിവെച്ച് എന്തിനാണ് മതനിയമങ്ങൾ എന്നാണ് ഇമാം ഗസാലി നമുക്ക് മനസ്സിലാക്കി തന്നത്. കൂടുതൽ വിശാലതയോടെ ധർമ്മത്തിനും നീതിക്കും നന്മക്കും വേണ്ടി മതനിയമങ്ങളെ നിർവചിക്കാനും ആചരിക്കുവാനുമാണ് ഉസൂലുൽ ഫിഖ്ഹിന്റെ അടിസ്ഥാന ഗ്രന്ഥമായി എന്നും മുസ്ലിം ലോകം കണക്കാക്കിയിട്ടുള്ള ഇമാം ഗസാലിയുടെ അൽ മുസ്തസ്വായും അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥമായ ഇഹ്യാ ഉലൂമുദ്ദീനും നമ്മോട് പറയുന്നത്. നിയമങ്ങൾ ശരിയാണ്, പക്ഷെ ആ നിയമങ്ങൾ എന്തിന്, നിയമങ്ങളെക്കാൾ പ്രധാനം നിയമങ്ങൾ എന്തിന് എന്നതാണ്. ഇന്ന് മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളെ അറിയൂ, നിയമങ്ങൾ എന്തിന് എന്നത് മനസ്സിലാക്കാൻ ഇമാം ഗസാലി ശ്രമിച്ചതുപോലെ ആധുനിക മുസ്ലിം സുന്നി സൂഫി പണ്ഡിതന്മാർ പോലും ശ്രമിക്കുന്നില്ല. അവിടെയാണ് എല്ലാ ലിബറലിസവും എല്ലാ നിരീശ്വരവാദവും അരങ്ങുവാഴാനുള്ള അടിസ്ഥാന കാരണം. എന്താണ് നിയമങ്ങൾ എന്നതിന് പകരം എന്തിനാണ് നിയമങ്ങൾ എന്ന് മനസ്സിലാക്കാൻ മുസ്ലിം പണ്ഡിതന്മാർക്ക് പോലും കഴിഞ്ഞില്ല എന്നതാണ് സത്യം. കേവലം പുസ്തകങ്ങൾ എഴുതിയും ദർസുകൾ നടത്തിയും ഒതുങ്ങിക്കൂടാതെ സമൂഹത്തിൽ നടന്നിരുന്ന അനീതികൾക്ക് നേരെ ഭരണാധികാരികളുടെയും പണച്ചാക്കുകളുടെയും കോർപ്പറേറ്റുകളുടെയും ദുർനടപ്പുകൾക്കും ദുഷ്ടലാക്കുകൾക്കും നേരെ നിശ്ചിതമായി വിമർശിക്കുന്ന ശൈലിയായിരുന്നു ഇമാം ഗസാലിയുടേത്. പണ്ഡിതന്മാർ രാജാക്കന്മാരുടെയും പ്രമാണിമാരുടെയും പണച്ചാക്കുകളുടെയും കോർപ്പറേറ്റുകളുടെയും സമ്മാനങ്ങൾ സ്വീകരിക്കുകയോ അവരെ കൂട്ടുകാരാക്കുകയോ ചെയ്യുന്നതിനെ അതിശക്തമായിട്ടാണ് പിൽക്കാലഘട്ടത്തിൽ ഇമാം ഗസാലി വിമർശിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ആധുനിക മുസ്ലിം പണ്ഡിത ലോകം എന്തിന്
സൂഫി പണ്ഡിത ലോകം പോലും അടുത്ത കാലത്തൊക്കെ കഴിഞ്ഞു പോയതും ഇന്ന് നിലനിൽക്കുന്നവരുമായ സുന്നി സൂഫി പണ്ഡിതന്മാർ പോലും പണച്ചാക്കുകളോടും അധികാര രാഷ്ട്രീയ തമ്പുരാക്കന്മാരോടും എത്രത്തോളം വലിയ ബന്ധമാണ് അവർക്കുള്ളത് എന്നത് സമൂഹ മധ്യത്തിൽ പ്രസംഗിച്ച് അഹങ്കരിക്കുന്നവരാണ്. അത് ഏറ്റവും തിന്മയാണ്. പണച്ചാക്കുകളോടും അധികാരികളോടുമുള്ള ഒരു പരിധിക്കപ്പുറമുള്ള ബന്ധം മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർക്ക് തികച്ചും അത് അബദ്ധമാണ്. അതവരെ പുറകോട്ട് നയിക്കുമെന്നത് വളരെ ശക്തമായ ഭാഷയിലാണ് ഇമാം ഗസാലി ഗ്രന്ഥങ്ങൾ തന്നെ എഴുതി വിമർശിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ സൂഫിയാക്കൾ വലിയ ഉന്നതന്മാർ എന്ന് പറയുന്ന നമ്മുടെ സമ്മേളനങ്ങളിലൊക്കെ മുൻവേദികളിൽ ഇരിക്കുമ്പോൾ നാം അഭിമാനിക്കുന്ന പണ്ഡിതന്മാർ ഓരോ വേദികളിലും പല വേദികളിലും പറഞ്ഞിട്ടുള്ളത് ഇന്നാലിന്റെ പണക്കാരനുമായി എനിക്ക് വലിയ ബന്ധമാണ്, ഇന്നാലിന്റെ രാഷ്ട്രീയ നേതാവ് എന്നെ വിളിക്കാറുണ്ട്, ഞാനവരെ വിളിക്കാറുണ്ട്, ഞങ്ങൾ തമ്മിൽ ബന്ധമാണ്. ഇതൊക്കെ ലജ്ജയില്ലാതെ പറയുകയാണ്. ആര്? വലിയ വലിയ ഭൗതിക പരിത്യാഗികൾ എന്ന് നമ്മൾ കണക്കാക്കുന്ന വലിയ വലിയ സുന്നി സൂഫി പണ്ഡിത നേതാക്കൾ പോലും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഗസാലി പിറവിയെടുക്കുക? ഭരണാധികാരികളോടും രാഷ്ട്രീയ തമ്പുരാക്കന്മാരോടും പണച്ചാക്കുകളോടുമുള്ള ബന്ധം പണ്ഡിതന്മാർ എപ്പോഴും ആ ബന്ധത്തിൽ വഞ്ചിതരാകരുത് എന്ന് വിശദീകരിക്കുന്നത് താൻ എന്തുകൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞത് എന്നത് ഇമാം ഗസാലി പറയുന്നുണ്ട്. ഇഹ്യാ ഉലൂമിന്റെ 2ാം ഭാഗം പരിശോധിച്ചാൽ കാണാൻ കഴിയും. സാധുക്കളായ ജനങ്ങളെ ചൂഷണം ചെയ്ത് സമ്പന്നരാകുന്ന ഭരണാധികാരികളുടെയും പ്രമാണികളുടെയും സമ്പത്തിന്റെ ബഹുഭൂരിപക്ഷവും അധാർമികമാണെന്ന് ഇമാം ഗസാലി വിശദീകരിക്കുന്നു. അത് കണ്ണ് തുറന്ന് കാണുന്ന ആർക്കും ഇന്ന് മനസ്സിലാക്കാൻ കഴിയും. അത്തരം സമ്പത്തുകൾ സ്വീകരിക്കുന്നത് കറാഹത്താണ്, പലപ്പോഴും ഹറാമാണെന്നും ഇമാം ഗസാലി ഇഹ്യായിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഗസാലിയുടെ മറ്റൊരു ഗ്രന്ഥമായ നസീഹത്തുൽ ലിൽ മുലൂക്കിൽ ഭരണാധികാരികളും നേതാക്കളും രാഷ്ട്രീയ നേതാക്കന്മാരും എങ്ങനെയാണ് നീതിയുക്തം സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടതെന്നും ഭരണം നടത്തേണ്ടതെന്നും സാധാരണക്കാർക്കും സാധുജനങ്ങൾക്കും വേണ്ടി എങ്ങനെയാണ് നിലകൊള്ളേണ്ടതെന്നും ഭരണത്തിൽ എങ്ങനെയാണ് സദാചാരവും നൈതികതയും മുറുകെ പിടിക്കേണ്ടതെന്നും ശക്തമായ ഭാഷയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ ഭരണാധികാരികളും പണച്ചാക്കുകളും എപ്പോഴും ജനങ്ങളെയും അവരുടെ സമ്പത്തിനെയും അവരുടെ തന്നെ അവകാശങ്ങളെയും പിടിച്ചുപറ്റുകയും ചൂഷണം ചെയ്യുകയാണ് ഏത് കാലഘട്ടത്തിലും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അവരോട് അകലം പാലിക്കണമെന്ന് പുണ്യ റസൂൽ കൽപ്പിച്ചതെന്നും വിശദീകരിക്കുന്ന ഇമാം ഗസാലി അവസാന കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും പഴപ്പിക്കുന്നതായി ഞാൻ ഭയപ്പെടുന്നത് എൻ്റെ സമുദായത്തെ പഴപ്പിക്കുക ആയിരിക്കും. ഞാൻ അവസാന കാലത്ത് ഏറ്റവും ഭയപ്പെടുന്നത് എൻ്റെ സമുദായത്തിലെ ഭൗതിക തൽപരരായ പണ്ഡിതന്മാരെ ആയിരിക്കുമെന്ന പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അവരോട് അകലം പാലിക്കേണ്ടതിന്റെ അനിവാര്യത പറഞ്ഞുകൊണ്ടും 1000 വർഷങ്ങൾക്ക് മുമ്പ് പോലും താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും എന്നാൽ ഈ പണ്ഡിതന്മാർ എത്ര മോശമായിട്ടാണ് ജനങ്ങളോട് പെരുമാറുന്നതെന്നും ഈ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ജനങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന ഭരണാധികാരികളോടും പണച്ചാക്കുകളോടും എത്ര വലിയ ചങ്ങാത്തമാണ് ഈ പണ്ഡിതന്മാർക്കുള്ളതെന്നും അതിനിശ്ചിതമായ ഭാഷയിൽ ഇമാം ഗസാലി വിശദീകരിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ അങ്ങനെയാണെങ്കിൽ എല്ലാ നന്മയും നഷ്ടപ്പെട്ട് കൂമ്പടഞ്ഞ ഇന്നത്തെ കാലത്തെ സാഹചര്യം എന്തായിരിക്കും? അപ്പൊ അങ്ങനെ സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു ഗസാലി ഉണ്ടാവുക? തന്റെ മറ്റൊരു ഗ്രന്ഥമായ അയ്യുഹൽ വലദിൽ വിദ്യാർത്ഥികൾ പാലിക്കേണ്ട മര്യാദയും ആത്മത്യാഗവും സമ്പത്തിനോടും പ്രശസ്തിയോടും അധികാര കേന്ദ്രങ്ങളോടും പാലിക്കേണ്ട അകലവും ഇമാം ഗസാലി വിശദീകരിച്ചിട്ടുണ്ട്. അയ്യുഹൽ വലദ് ഇന്ന് വളരെ നമ്മുടെ ഏകദേശ കലാലയങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് സുന്നി കലാലയങ്ങളിലെല്ലാം പാഠ്യവിഷയമാണല്ലോ അയ്യുഹൽ വലദ്. അയ്യുഹൽ വലദിൽ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ പണച്ചാക്കുകളോടും അധികാര രാഷ്ട്രീയ വർഗത്തോടും എത്രത്തോളമാണ് പണ്ഡിതന്മാർ അകലം പാലിച്ച് ജീവിതം വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടതെന്ന് ഇമാം ഗസാലി വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും കേവല യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന മതപണ്ഡിതന്മാരെയും ഇമാം ഗസാലി തന്റെ ഗ്രന്ഥങ്ങളിൽ ശക്തമായി വിമർശിക്കുന്നതായി കണ്ടെത്താൻ കഴിയും. തന്റെ ഒരു പ്രധാന ഗ്രന്ഥമായ ഇൽജാമുൽ അവാം അൻ ഇൽമിൽ കലാം എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഗസാലി പറയുന്നത് കേവല യുക്തി കൊണ്ട് ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്ന,
കേവല യുക്തി കൊണ്ട് ദൈവാസ്തിക്യത്തെ സ്ഥാപിക്കാൻ വേണ്ടി തർക്കിക്കാൻ ശ്രമിക്കുന്ന ദൈവശാസ്ത്ര പണ്ഡിതന്മാരെയും പണ്ഡിത വിദ്യാർത്ഥികളെയും വിമർശിക്കുകയും അങ്ങനെ മനസ്സിലാക്കാൻ കേവല യുക്തി കൊണ്ട് ദൈവത്തെ കണ്ടെത്താനും കേവല യുക്തി കൊണ്ട് നാസ്തികരോട് സംവദിക്കാനും ശ്രമിച്ചാൽ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ, പ്രത്യാഘാതങ്ങൾ എല്ലാം ഇമാം ഗസാലി തങ്ങൾ മനോഹരമായി വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയേണ്ട പ്രത്യേകമായ ഒരു കാര്യം എന്തെന്നാൽ, ഇമാം ഗസാലി തങ്ങൾ വിശദീകരിച്ച് എവിടെയാണ് വിമർശിച്ചത് അവിടെയാണ് ഇന്നും നമ്മുടെ മുസ്ലിം പണ്ഡിത ലോകം ഇപ്പോൾ നിലകൊള്ളുന്നത്. വർത്തമാന മുസ്ലിം ലോകത്തെ ഇന്ന് നമുക്ക് പൊതുവെ ഇന്ന് നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, ഇമാം ഗസാലി പ്രചരിപ്പിച്ച തസവുഫും അശ്അരി അഖീദയും കുഫറാണെന്നും ഇമാം ഗസാലി കാഫിറാണെന്നും വാദിക്കുന്ന സലഫി വഹാബികൾ. രണ്ട്, തസവുഫിന്റെ ബാലപാഠങ്ങൾ പോലും നഷ്ടപ്പെട്ട സുന്നി സൂഫികൾ. ഒരിക്കലും പിഴക്കാത്ത അത്യന്തിക ജ്ഞാനമായി ഇമാം ഗസാലി തന്റെ ഗ്രന്ഥങ്ങളിൽ കുറിക്കുന്ന സൂഫി ജ്ഞാനം യഥാർത്ഥത്തിൽ സിദ്ധിച്ച പരിത്യാഗികളും ഭൗതിക പ്രലോഭനങ്ങളെ അതിജയിച്ചവരുമായ ഒരാളെപ്പോലും, ഒരു പക്ഷേ ആധുനിക മുസ്ലിം പണ്ഡിത ലോകത്ത് ഒരാളെപ്പോലും ഇന്ന് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതായത് ഇമാം ഗസാലി യഥാർത്ഥത്തിൽ പറഞ്ഞ ഈ അധികാരവർഗത്തോട് പൂർണ്ണമായി അകലം പാലിക്കുന്ന, അതേ സമയത്ത് തന്റെ മുശാഹദയിലൂടെയും മുകാശഫയിലൂടെയും സമ്പൂർണമായി ദൈവദർശനം സിദ്ധിച്ച സാധുക്കളുടെ കൂട്ടുകാരനായ തന്റെ ദൈവജ്ഞാന അനുഭവത്തിന് വേണ്ടി തന്റെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ത്യജിച്ചവരാണ്. ഇന്ന് സുന്നി സൂഫി ലോകത്ത് ഒരാളെപ്പോലും, ഒരു പക്ഷേ, ഞാൻ പൂർണ്ണമായി ഇല്ല എന്ന് പറയല്ല, ഒരു പക്ഷേ ഒരാളെപ്പോലും നിങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും ആകെ നടന്നാൽ കണ്ടെത്തി എന്ന് വരില്ല. നാം ജീവിക്കുന്ന ഈ അന്ത്യകാലഘട്ടത്തിൽ അത്തരം ആരിഫീങ്ങളും ഔലിയാക്കളും ഇല്ല എന്ന് മാത്രമല്ല, ആ ലക്ഷ്യങ്ങളിലേക്ക് യാത്ര ചെയ്യണമെന്ന ചിന്ത പോലും നവലോക സുന്നി സൂഫി ലോകത്തിന് സമ്പൂർണമായും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു ദുഃഖകരമായ വസ്തുത പറയാം. ഇതിലേക്കൊക്കെ ഇമാം ഗസാലിയുടെ ചിന്തയിലേക്ക് നമ്മളെ എത്തിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആ ഗ്രന്ഥങ്ങളെങ്കിലും ആത്മാർത്ഥമായി നമ്മൾ പഠിക്കേണ്ടേ. ഇമാം ഗസാലിയുടെ ഗ്രന്ഥങ്ങളിൽ ഒന്നുപോലും വേണ്ട വിധത്തിൽ ആഴത്തിൽ ഇന്ന് നാം പഠിക്കുന്നതായി ഇതുവരെയും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല, എനിക്ക് തോന്നിയിട്ടില്ല. ഭൗതികതയുടെയും അധികാരത്തിന്റെയും പ്രശസ്തിയുടെയും അടിത്തറയിൽ കെട്ടിപ്പടുത്ത ആധുനിക മുസ്ലിം പണ്ഡിത ലോകത്തിന്റെ വ്യവസ്ഥിതികളിൽ നിന്ന് ആത്മത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പാതയിൽ നടന്ന് വെളിച്ചമായി മാറിയ ഇമാം ഗസാലിയെ വായിക്കുമ്പോൾ നമ്മിൽ പലർക്കും ഇമാം ഗസാലിയുടെ ജീവിതം ഒരുപക്ഷെ വെറുമൊരു കെട്ടുകഥയായി തോന്നിയേക്കാം. എന്തുകൊണ്ട്? നമുക്കങ്ങനെ അനുഭവം ഇല്ല, അങ്ങനെ പണ്ഡിതനെ നമ്മൾ കണ്ടിട്ടുമില്ല. നമ്മുടെ ജീവിതത്തെ അങ്ങനെ ഒരു പണ്ഡിതനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ എങ്ങനെ ഒരു പണ്ഡിതൻ 900 വർഷം മുമ്പ് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആ അർത്ഥത്തിൽ മനസ്സിലാവൂല. അതെന്തോ കെട്ടുകഥയായിരിക്കും എന്നാണ് നമ്മളിൽ പല ആളുകളും ഇന്ന് മനസ്സിലാക്കുന്നത്. മധ്യകാല ഇസ്ലാമിക ലോകത്ത് ഇമാം ഗസാലിയുടെ കൃതികൾ വലിയ രീതിയിൽ വായിക്കപ്പെടുകയും അത് മുസ്ലിം ലോകത്തിന് ഒരു പുത്തൻ ഉണർവ് നൽകുകയും ചെയ്തിരുന്നു. ഖുദ്സിന്റെ വിമോചകനായ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ആന്തരശോധന, ആന്തര ഊർജം എന്തായിരുന്നു? അത് ഇമാം ഗസാലിയുടെ ചിന്തകൾ ആ മഹാനായ മനുഷ്യനിൽ സ്വാധീനിക്കപ്പെട്ടു എന്നത് മാത്രമാണ്. ഈജിപ്തിൽ സലാഹുദ്ദീൻ അയ്യൂബി പിൽക്കാലത്ത് സ്ഥാപിച്ച പാഠശാലകളിൽ ഇമാം ഗസാലിയുടെ രചനകളായിരുന്നു ഭൂരിഭാഗവും സിലബസായി സ്വീകരിച്ചത്. ആ പാഠശാലകളിലൂടെ ഗസാലിയൻ ചിന്തകളിൽ രൂപപ്പെടുത്തിയ ജനതയെ കൊണ്ടാണ് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി ഖുദ്സിന്റെ മോചനം പൂർണ്ണമായി സാധ്യമാക്കിയത്. ഇന്നും ലോകം മുഴുവനും, യൂറോപ്പ് മുഴുവനും എങ്ങനെ ഇങ്ങനെ ഒരു മനുഷ്യന് സാധിക്കും? സലാഡിനെ പറയുമ്പോൾ ആധുനിക യൂറോപ്യർക്ക് പോലും 1000 നാവ. അങ്ങനെ ഒരു മനുഷ്യനെ എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു? എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ സാധ്യമായി? എങ്ങനെയാണ് അയ്യൂബികൾക്ക് ഇങ്ങനെയുള്ള നന്മകളൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്? തങ്ങളെ കൊല്ലാനും തങ്ങളോട് യുദ്ധം ചെയ്യാനും തങ്ങളെ കൊള്ളയടിക്കാനും വരുന്ന യൂറോപ്യൻ പട്ടാളക്കാർക്ക് ഭക്ഷണം കൊടുത്ത്, അവർക്ക് രോഗം വന്നപ്പോൾ മരുന്ന് കൊടുത്ത് അവരെ പോറ്റുന്ന ഈ
ജനതയുടെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ് സത്യത്തിൽ യൂറോപ്യൻ പടയാളികൾ. എന്തിനാ നിങ്ങളിത് ചെയ്യുന്നത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അവർ തന്നെ ഇവരുടെ ഈ മുസ്ലിം ലോകത്തിന്റെ അക്കാലത്തിന്റെ രീതികൾ, അവരുടെ ഭരണാധികാരികളുടെ രീതികൾ, അയ്യൂബി ഭരണാധികാരികളുടെ രീതികൾ കണ്ട് അത്ഭുതപ്പെടുക. എങ്ങനെ ഇവർക്ക് ഇങ്ങനെ അവരെ കൊല്ലാനും കൊള്ളയടിക്കാനും വന്ന ഈ പട്ടാളത്തോട് ഇങ്ങനെ സ്നേഹവായ്പോടെ പെരുമാറാൻ എന്തുകൊണ്ട് ഇവർക്ക് കഴിയുന്നു? ഞങ്ങൾ നിങ്ങളെ കൊല്ലാനും കൊള്ളയടിക്കാനും വന്നവരല്ലേ എന്ന് അയ്യൂബി സുൽത്താൻമാരോട് ചോദിക്കുന്ന മാത്രയിൽ അയ്യൂബി സുൽത്താൻ പറയുന്ന മറുപടി, നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ വന്നവർ തന്നെ, നിങ്ങൾ ഞങ്ങളെ കൊള്ളയടിക്കാൻ വന്നവർ തന്നെ. പക്ഷെ പട്ടിണി കിടന്ന് മരിക്കാൻ ഞങ്ങളെ കൊള്ളയടിക്കാനും കൊല്ലാനും വന്നവർ പോലും ഭക്ഷണം തീർന്ന് ഞങ്ങളുടെ മുന്നിൽ പട്ടിണി കിടന്ന് മരിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഈ ഒരു സ്നേഹവായ്പ് എവിടുന്ന് അവർക്ക് കിട്ടിയത്? അത് ഇമാം ഗസാലി വായിച്ചതാണ്. സലാഹുദ്ദീൻ നേടിയത്, സലാഹുദ്ദീൻ ആ കാലഘട്ടത്തിൽ സ്ഥാപിച്ച മുഴുവൻ പാഠശാലകളുടെയും ഭൂരിഭാഗം സിലബസുകളും ഇമാം ഗസാലിയുടെ ഗ്രന്ഥങ്ങളാണ്. ആ ഇമാം ഗസാലിയാണ് 900 വർഷവും മുസ്ലിം ലോകത്തിന് ഉണർവ് നൽകി. സമകാലിക സാഹചര്യത്തിൽ മുസ്ലിം ലോകം നേരിടുന്ന സാമൂഹിക, രാഷ്ട്രീയ, ആത്മീയ പ്രശ്നങ്ങൾക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച പരിഹാരം നിസ്വാർത്ഥമായി, നിഷ്പക്ഷമായി ഇമാം ഗസാലിയുടെ ഗ്രന്ഥങ്ങളെ കൂടുതൽ ആഴത്തിൽ പഠിപ്പിക്കുക എന്നത് മാത്രമാണ്. ഇമാം ഗസാലിയുടെ ജീവിതത്തെയും ദർശനത്തെയും ചിന്തയെയും അവിടുന്ന് കണ്ടെത്തിയ ശാസ്ത്രീയ, ഇന്ന് പോലും ആധുനിക ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ക്വാണ്ടം ഫിസിക്സിന്റെ അടിസ്ഥാനം 900 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ഭംഗിയായി തന്റെ ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്ത ഇമാം ഗസാലിയെ മാനവ സമൂഹത്തിന് പരിചയപ്പെടുത്തുക, പുതിയ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്ന താല്പര്യത്തോടെയുള്ള ഒരു ഗ്രന്ഥത്തിന്റെ പണിപ്പുരയിലാണ് ഞാൻ. ഇൻഷാ അള്ളാഹു അനുഗ്രഹിച്ചാൽ ആ ഗ്രന്ഥത്തിന്റെ പണി പൂർത്തിയാക്കി മാനവ സമൂഹത്തിന്റെ മുന്നിൽ ആ ഗ്രന്ഥം സമർപ്പിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞില്ലേ, ക്വാണ്ടം ഫിസിക്സ് അടക്കമുള്ള ആധുനിക 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും നടന്നിട്ടുള്ള മഹത്തായ ശാസ്ത്രീയ സിദ്ധാന്തങ്ങളെയും സത്യങ്ങളെയും ലോകത്തെ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന, യൂറോപ്യൻ സമൂഹത്തിന് ഇന്നും അത്ഭുതമായി കാണുന്ന ഗസാലിയെ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതോടുകൂടെ ഇമാം ഗസാലി മുസ്ലിം ലോകത്തിന് നഷ്ടപ്പെട്ട ആത്മജ്ഞാനം, സൂഫിസം എന്നാൽ കേവലം ഉരുവിടലുകളുടെ വൈത്താരകളാണെന്ന് മനസ്സിലാക്കിയ സൂഫികളിൽ നിന്ന് അല്ല, അത് അനുഭവജ്ഞാനമാണ്, അത് കണ്ടെത്തലാണ്, അത് തെറ്റുകൾക്കെതിരെ അരുതേ എന്ന് പറയാനുള്ള ആർജവമാണ്, അത് കരുത്താണ്, അത് ദൈവത്തെ മാത്രം ഭയപ്പെടുന്ന ഒരു സിദ്ധിയാണ്. അതാരുടെ മുന്നിലും നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു കൃത്യമായ നീതിക്ക് വേണ്ടിയുള്ള ഒരു മനുഷ്യന്റെ അഭിപ്രായമാണ്. നീതിക്ക് വേണ്ടി, സമൂഹത്തിന്, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മനുഷ്യന്റെ ആന്തരശോധനയാണ്. അതാണ് യഥാർത്ഥ സൂഫിസം. ഇവിടെ കണ്ടെത്തേണ്ടത് വായ്ത്താരികൾ മാത്രമാണ് സൂഫിസം എന്ന് മനസ്സിലാക്കി ഉരുവിടലിന്റെ ഈ വൈത്താരിയിൽ മാത്രം അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക സുന്നി സൂഫി പണ്ഡിതന്മാർക്ക് പോലും ഗസാലിയെ യഥാർത്ഥത്തിൽ വായിക്കൽ അനിവാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഗ്രന്ഥത്തിന്റെ പണിപ്പുരയിൽ ഏർപ്പെടാനുള്ള അടിസ്ഥാന കാരണം. അള്ളാഹു സഹായിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇമാം ഗസാലിയിലേക്ക് നാം നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പുതിയ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ കഴിയും. ആ സമൂഹത്തിൽ പ്രതീക്ഷയുണ്ടാവും, ആ സമൂഹത്തിൽ നീതിയുണ്ടാവും, ആ സമൂഹത്തിൽ കരുണയുണ്ടാവും, ആ വർഗങ്ങൾക്കും വർണ്ണങ്ങൾക്കുമെല്ലാം അതീതമായ ഉന്നതമായ മനുഷ്യത്വമുണ്ടാവും. ഇത് മതം എന്ന പേരിൽ നമ്മൾ സങ്കുചിത ചിന്തയിലേക്ക് ചുരുങ്ങുമ്പോൾ പ്രവിശാലമായ അതിരുകളില്ലാത്ത സ്നേഹമാണ് മതം, ധർമ്മമാണ് മതം, ആത്മസംസ്കരണമാണ് മതം എന്ന് കണ്ടെത്തിയ ഇമാം ഗസാലിയിലേക്ക് തിരിച്ചു പോകൽ മാത്രമാണ് മുസ്ലിം ലോകത്തെ എല്ലാവിധ സാമൂഹികവും കുടുംബപരവും രാഷ്ട്രീയപരവും വൈയക്തികവുമായ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം. അതുകൊണ്ടാണ് ഇമാം ഗസാലിയെ കുറിച്ചുള്ള അതിഗൗരവമുള്ള ഒരു ഗ്രന്ഥത്തിന്റെ പണിപ്പുരയിൽ ഇപ്പോൾ ഞാൻ ഏർപ്പെട്ടിട്ടുള്ളത്. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.